ചന്ദ്രികായൈ നമഃ. ചന്ദ്രികേ. ചിരിക്കാതെ നിന്റെ ഈ കൊല്ലുന്ന ചിരിയാണ് എന്നെ കുഴപ്പിക്കുന്നത്. ഞാനും ഉണ്ട് ഈ നടുവൊടിഞ്ഞ 5 രൂപയും ഉണ്ട്. കാശ് തരാതെ ഇവനെ തട്ടാം. ഞാൻ വരുന്നുണ്ട്. ഒരത്യാവശ്യം. ഇതിനെന്ത് കിട്ടും? സ്വന്തം തന്നല്ലോ. പിന്നെ മോഷ്ടിച്ചതോ? ഇയാൾ ആരുവാ? ആദ്യം സ്വന്തമാണെന്ന് പറഞ്ഞ് ഗമേ കയറി വരും, പുറകെ മറ്റവരും വരും. ആര്? പോലീസ്. പോലീസോ? ഇത് പോലീസിന്റെ വകയല്ല, എന്റെ സ്വന്തം വകയാ. എവിടെയാ സ്ഥലം? ഇവിടെ അടുത്ത് തന്നെ. എവിടെയോ വച്ച് കണ്ട നല്ല പരിചയം. എനിക്ക് നല്ല പരിചയം ഇല്ല. എന്താ ജോലി? ജോലി പഴയ ജോലി എന്റെ. താ ഒരച്ച മതി. മാറ്ററിയണ്ടായോ? ഇങ്ങനെ മാറ്ററിഞ്ഞ എന്റെ മോതിരത്തിന്റെ ഗതി എന്താവും? മാറ്റ് കുറവാ. എന്ത് വില കിട്ടും? ഒരു 600 രൂപ. 600 രൂപ? സാറിന് എന്ത് വേണം? ഇവിടെ സ്വർണം എടുക്കുമോ? എടുക്കും. എന്ത് വില കിട്ടും? ഒരക്കാതെ മാറ്റി നോക്കാൻ പറ്റുമോ? സാർ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? കുശലമൊക്കെ പിന്നെ പറയാം. എന്താ പണി? പഴയ പണി തന്നെ. അല്ല, ഒരു സംശയം തീർക്കാനാ. തന്റെ സംശയം തീരുമ്പോഴേക്കും എന്റെ മോതിരവും തീരും. സാറേ, കണ്ടമാനം ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. മുക്ക് കൊണ്ടോണെന്ന് ആരറിഞ്ഞു? ഇപ്പൊ മുങ്ങിയവൻ ഞാനാ. കുറച്ചിടത്തോളം അങ്ങനെ ഉണ്ട്. തരക്കേടില്ല. എന്ത് വില തരും? ഏകദേശം ഒരു 500 രൂപ കിട്ടും. ഈ കടയുടെ വില അല്ല ഞാൻ ചോദിച്ചത്, മോതിരത്തിന്റെ വിലയാ ഞാൻ പറഞ്ഞത്. ഇനി ഒരിടത്തും കൂടെ പോയാൽ മോതിരവും ബാക്കി കാണില്ല. ഏതായാലും ഉള്ളത് നീതാ. സാബു അഴുക്കും കാണും, ഒന്ന് ചൂടാക്കി നോക്കിയേ. ചൂടാക്കി നോക്കാം. എന്താ സാറേ അത്ര വിശ്വാസം? വിശ്വാസം കൂടുതലുണ്ടല്ലേ പിടിച്ചത്. 500 500 എന്ന് കൊടുക്കും. நீங்க டவுட்டா பாக்குறீங்க? മനസ്സിലായില്ല. நான் ஹரித்வார்ல இருந்து வரேன். என்னோட பர்ஸ் எவனோ ஒரு சண்டாளம் திருடிட்டு போயிட்டா. രാവിലെ പിരിവിനിറങ്ങിയതായിരിക്കും. நான் பிரிவுக்காக வரல. இந்த நகைக்கு என்ன விலை கிடைக்கும்? ഉരച്ചു നോക്കട്ടെ. உரைக்கவா குறைக்கவா சிதைக்கவா எது வேணாலும் பண்ண. ഹരിദ്വാറിലാണെന്ന് പറഞ്ഞല്ലോ. ஆமா. നമ്മുടെ ഭാഷയൊക്കെ എങ്ങനെ പഠിച്ചു? என் அப்பா இந்த ஊரு, அம்மா வள்ளியூரு, நான் கிராஸ். ക്രാസാ? അത് കണ്ടാലറിയാം. நகை எப்படி இருக்கு? கேடில்ல. இத மாதிரி ஒரு பொட்டி நான் வச்சிருக்கு. ഇവിടെന്ന് കിട്ടി. ஹரித்வார் பக்கத்துல ஒரு சின்ன துவாரம் இருக்கு. ஒரு விளையாட்டுக்காக நான் சும்மா கை போட்டேன், அப்படியே கிடைச்சது. എല്ലാം ഞാൻ എടുത്തോളാം. എവിടെയാ വീട്? ராத்திரியில வந்தா போதும். கொஞ்சம் அட்வான்ஸ் பணம் வேணும். அஸ்திரேகாசாஸ்திரம், ஜோதிஷம், பாவி பலங்கள். ഇവിടെ ഒരു ഫലം അറിയണ്ട. உள்ளே வருகிறேன். முருகா, ഇത് ഡിസ്റ്റർബാണോ? முதலாளி நல்ல சொன்னமான நோக்கி സിഡി മറ്റോ ആണോ? ஒரு ஐடியும் இல்லை. ഞങ്ങളുടെ വീട്ടുപറമ്പ് കുടിച്ചപ്പോ കിട്ടിയതാണ്. இந்த மாதிரி ഒരു കുടം നിറയെ വീട്ടിൽ ഇருக்கு. ഒരു കൂടോ? നേരാണോ? ഇത് മുഴുവൻ ഞങ്ങൾ എടുത്തോളാം. രാത്രിയിൽ വന്നാ മതി. എല്ലാവരും തൂങ്ങിനതുക്ക് പിറகு അഡ്വാൻസ് കൂടെ சீக்கிரம் சீக்கிரம். கண்டிப்பா வரணும். പറഞ്ഞ വീട് തന്നെ. അയാൾ പറഞ്ഞ വീട് ഇതാ. ഭക്ഷ്യശാസ്ത്രജ്ഞൻ ഇത്രയും വലിയ വീടോ? അവൻ പോലീസിനെ പറ്റിക്കാൻ വേഷം മാറി വന്നതായിരിക്കും. സാറേ, പക്ഷി സാറ്, സാറേ, പക്ഷി സാറ്, പക്ഷി സാറ്. പക്ഷി പറന്നുപോയി. ആരോ വരുന്നുണ്ട്.
സ്വാമി സ്വാമി സ്വാമിയേ, ഹരിദ്വാര സ്വാമി, ഞാനാ ഭൂതലിംഗം, അത് തുറക്കാൻ. ഭൂതലിംഗമേ, ഏത് ഭൂതം? അയ്യോ, ഇവിടെ ഞാനില്ലേ, ഓടിപ്പോ. അയ്യോ, ഇവിടെ ഞാനില്ലേ. പോലീസ് 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 പോലീസാ പോലീസ്. എന്തോ പരീക്ഷ കഴിഞ്ഞു അല്ലേ? അയ്യോ, കഴിഞ്ഞു എന്റെ പൊന്നമ്മാവാ. എന്റെ നാടുകടത്തലിന്റെ കാലാവധി അവസാനിച്ചമ്മാവാ. അമ്മാവനും നാട്ടിൽ നിന്ന് വന്നിട്ട് നാളെ വരെ. അതിനെന്താ, നമുക്ക് ഒരുമിച്ച് നോക്കളെ. എന്താ? പിന്നെ കൂട്ടുകാരൻ രാജൻ ഇവിടെ വന്നിരുന്നു. അവൻ പരീക്ഷ എഴുതാതെ കറങ്ങിയടിച്ച് നടക്കുക. എന്തു പറഞ്ഞു? വന്നാൽ ഉടനെ അങ്ങോട്ട് എല്ലാം പറഞ്ഞു. ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അമ്മ പോകാനുള്ള ഏർപ്പാടുകളൊക്കെ ശരിയായിരിക്കും. ഓക്കെ. ആരാടാ രാവിലെ മെനക്കെടുത്താ മതി. എന്താടാ പാല് കൊണ്ടുവരാൻ ഇത്ര താമസം? ഇനി പാല് വരുന്നില്ല. ഇതേവരെ തന്നെ എന്റെ പണം ഇനി എന്നാ മതി. പാലും പണവും തമ്മിൽ എന്താണ്? പാലും പഴവും ധാരാളം പണം തരണമെന്ന്. നീ അടുത്ത മാസം 26-ാം തീയതി വാ. അപ്പൊ പറയാൻ പണം എപ്പ തരാം. ഇപ്പൊ പാല് ഇതാണ് ചേട്ടനാണോ? ചേട്ടൻ നടക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? അല്ല, 6 മാസം വാടക കുടിച്ചോണ്ട് എനിക്കിന്ന് പണം കിട്ടണം. അയ്യോ, എന്താ ഇത്ര താമസിച്ചേ? ചേട്ടാ ഇരുതാട്ടെ, ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ചേട്ടന്റെ വീട്, ഇരിക്കുവോ കിടക്കോ എന്ത് വേണേ ചെയ്യാമല്ലോ അല്ലേ? എനിക്ക് നിന്റെ പണം മുഴുവൻ കിട്ടാൻ ഞാൻ ഇവിടുന്ന് പോകത്തില്ല. അയ്യോ ചേട്ടാ, അല്ലെങ്കിൽ ചേട്ടനോട് പുറത്തിറങ്ങി പോകാൻ പറയാൻ കൊള്ളാമോ ചേട്ടാ? എനിക്ക് നിന്റെ പണം പണം കിട്ടിയ മതി. അലക്കൊണ്ടുവന്നോടോ, അലക്കൊണ്ടുവന്നോന്ന്. ഇവരെ കൊണ്ടുതന്നെ പണം കിട്ടിയാൽ മതി. ഇതൊരു വിശ്വാസവഞ്ചനയാണ്. ആകെ എനിക്കുള്ളത് ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ. അത് താനിങ്ങനെ പിടിച്ചു വെച്ചാൽ ഞാൻ എങ്ങനെ പുറത്തു പോകും? ബാങ്കിൽ പോയാലല്ലേ പണം കൊടുക്കാൻ നോക്കൂ. നൂൽബന്ധമില്ലാതെ പോകാൻ പോയിട്ടാ. അലക്കൂലി ഇല്ലെങ്കിലേ തുണി കൊടുക്കാതെ പോയാ മതി. എടോ, ഒരു 4 ചായ കൊണ്ടുവാ. ചേട്ടൻ്റെ ഒരു വിത്തൗട്ട്. കഴിഞ്ഞ മാസം വെച്ച പണത്തിനാ ഞാൻ വന്നത്. ബന്ധം കലക്കരുത് ചേട്ടാ. താനിങ്ങനെ നാട്ടുകാരെ പറ്റി എത്ര കാലം ജീവിക്കും? ഷേവന്മാരെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. ചേട്ടൻ്റെ തറവാടിയാ, ഹൃദയമില്ലാതെ സംസാരിക്കരുത്. ഇവനെ വിടരുത്, ഇതവന്റെ അടവാ. ഇനി നീ ആരെ പറ്റിക്കരുത്. ദേഹത്തോട്ട് കളിക്കരുത്. ചേട്ടൻ ദേഹത്തോട്ട്. ഞാൻ പുറത്തു പോയിട്ട് വരാം. എന്താ എന്താ ഇവിടെ കളിയാ? ദേവദാസ, നീ എന്താ ഇവിടെ? ഒരു മിനിറ്റ്. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. എന്നും വൈകുന്നേരം വരും. ഞങ്ങൾ കാണാനാ. ആൽക്കൂല എന്നിട്ടില്ല. എനിക്ക് ചായയുടെ പൈസ കിട്ടണം. പാലിന്റെ കാശ് തരില്ല. ശരിയാണോ? കൊടുത്തോട്ടെ. ഞാനിപ്പോ വരാം. അളയോടെ ഇരിക്കേ, ഞാൻ ഇവന്മാരെ പറഞ്ഞു വിട്ടിട്ട് വരാം. വായി നോക്കിയേക്കാം, പാടോ. ഇനി മടക്കം എന്നാണ്? ഒന്നും പറയാൻ കഴിയില്ല. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്റെ കാര്യം ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. നിനക്ക് ആവശ്യമുള്ള പണം ആ സേഫിലുണ്ട്. എന്റെ പൊന്ന് ചങ്ങാതി, വഴക്കിനും വക്കാണത്തിനൊന്നും പോകാതെ ഇനിയെങ്കിലും ഒന്ന് പഠിക്കാൻ നോക്കും. പഠിക്കുന്ന കാര്യമാണ്. പ്ലീസ്. ഓക്കെ ഓക്കെ. പോ. സിദ്ധാർത്ഥ, സിദ്ധാർത്ഥ, ഡിക്കി ഉറക്ക. ഡിക്കിന് വേദ. ചുമട്ടി പറഞ്ഞ ഓർമ്മയുള്ളൂ? എല്ലാം ഓർമ്മയുണ്ട്. ശരീരമൊക്കെ സൂക്ഷിച്ചോണേ. നോവൽ എക്സസൈസ് ചെയ്യണേ. ബൈ ബൈ ബൈ.